call upon other senior student, Mr. A.T. Gaffoor, to have an elevator speech. വേദിയിലിരിക്കുന്ന ആദരണീയരായ ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഹാജി, പ്രിയപ്പെട്ട സഹപാഠികളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം തന്നെ വളരെ സന്തോഷപ്രദമായ ഒരവസരമാണ്. ICAയുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള യോഗത്തിലേക്ക് നസീർ വിളിക്കുമ്പോൾ തന്നെ അതിലൊരുപാട് സന്തോഷം തോന്നിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, പഴയ സുഹൃത്തുക്കളെ എല്ലാവരെയും കാണുവാനും അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും നമ്മളെ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ ആവശ്യമായ ഒരു സംഗതിയാണ്. UAE സംബന്ധിച്ച് മലയാള സംഘടനകളിൽ ഒരുപാടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയുണ്ട്. എന്താണ് നേടാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചും ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തത് ഫൈസൽ അതിനൊരു തുടക്കം കുറിക്കുകയും അതിൽ വരുന്ന കമൻറ്റുകളും മറ്റും ഈ ഒരു കൂട്ടായ്മയെ കൂടുതൽ ദൃഢീകരിക്കുന്നതിന് വേണ്ടി ഉപകാരപ്പെടുകയും ചെയ്തു. പക്ഷേ ആ വെബ്സൈറ്റിൽ വരുന്ന കമൻറ്റുകൾ പലപ്പോഴും നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലിങ്സിനെ കുറിച്ചിട്ടുള്ള അതായിരുന്നു കൂടുതലും വന്നിരുന്നത്. അതിനെ കൂടുതൽ ഗൗരവമായൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിലിടപെട്ടിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പരാജയപ്പെട്ടുവോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഈ വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോധനിലവാരത്തെ ഉയർത്തുന്നതിന് പകരം വളരെ ബാലിശമായ കമൻറ്റുകളും തമാശകളും നിറഞ്ഞതായിരുന്നു അതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള ആ സൈറ്റ്. ചെയർമാൻ സ്പീച്ചിൽ അഡ്രസ്സ് ചെയ്തതുപോലെ ICAയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. 1970കളുടെ അവസാനത്തിൽ ചാവക്കാട് താലൂക്കിലെ മുസ്ലിം സമൂഹത്തിലുള്ള വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും വിദ്യാഭ്യാസപരമായി അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഏതാനും ചില വ്യക്തികൾ, അവരിൽ ചില നമ്മളെല്ലാം അന്ന് വളരെ സ്നേഹബഹുമാനത്തോടുകൂടി വിളിച്ചിരുന്ന ACK എന്ന് പറയുന്ന AC കുഞ്ഞുമോൻ ഹാജി, അതുപോലെ KP കുഞ്ഞു മുഹമ്മദ് ഹാജി, കുഞ്ചി സാഹിബ്, മാളിയേക്കൽ മൊയ്തുട്ടി ഹാജി എന്നിവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിക്കുകയുണ്ടായി. ഈ പറഞ്ഞവരിൽ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഈ സംഘടനയുടെ രൂപീകരണത്തിന് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും ഒരു പ്രധാന സംഗതിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ അടിച്ചമർത്തലിന് ശേഷം കേരളീയ സമൂഹത്തിലുണ്ടായ ഒരു പുതിയ ജാഗരണം ഈ ഒരു ഇങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് 1978-79 വർഷത്തിൽ ICAയുടെ ആദ്യത്തെ ബാച്ച് തുടങ്ങുന്നത്. പിന്നീട് അതിൻ്റെ ചരിത്രവും വർത്തമാനവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്ഥാപനത്തിൽ പഠിച്ച 2005 വരെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഈ ഒരു കൂട്ടായ്മയിലുള്ള ആളുകളുടെ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ലോട്ട് ഓഫ്
ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയേഴ്സ്, അങ്ങ് മാത്രമല്ല ജീവിതത്തിൻ്റെ വ്യത്യസ്ത വ്യവഹാരങ്ങളിൽ വ്യവഹരിക്കുന്ന ഒരു ക്രീം ഓഫ് പീപ്പിൾ ദേ ആർ ഹിയർ. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇത്രയും ക്രീം ആയിട്ടുള്ള ആളുകൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. ഈ നമ്മുടെ ICAയുടെ സ്ഥാപകർ തന്നെ അവരുടെ ഉദ്ദേശം ആ പ്രദേശത്തെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. തീർച്ചയായും അതിൽ അവർ 100% വിജയിച്ചു എന്നുള്ളത് അവരുടെ നമ്മളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലുള്ള ആളുകളുടെ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകാൻ കഴിയുന്നതാണ്. ഈ ഒരു റിസോഴ്സുകളുടെ ഈ പൂൾ ഓഫ് റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ആളുകളുടെ സാമ്പത്തികമായി എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം എന്ന് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള നമ്മുടെ കൂട്ടായ്മകളും സംവാദങ്ങളും എല്ലാം ആ ഒരു ദിശയിലേക്കാവണം എന്ന് മാത്രം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.